التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുന്നത ക്ലാസ് തുടരുകയാണ്. നമ്മൾ മൗസൂലയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മൗസൂല നസ്സും മുസ്തറക്കും ഉണ്ടെന്ന് പറഞ്ഞു. ആ മുസ്തറക്ക് 4 നമ്മൾ പറഞ്ഞു. ആ മുസ്തറക്കായതിൽ 5-മത്തേതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. നോക്കാം. ഹാമിസുഹ, ആ മുസ്തറക്കായ മൗസൂലുണ്ട് പറഞ്ഞില്ലേ, അതിൽ 5-മത്തേതാകുന്നത് ളു എന്നുള്ളതാണ്. അതന്നെ എല്ലാവരുടെ അടുത്തും ഇല്ല. അതെവിടെ അതാ പറയുന്നത്? ളു എന്നുള്ളത് മുസ്തറക്കായ മൗസൂലയാണ്. പക്ഷെ വഇന്നമാ തകൂനു മൗസൂലതൻ, പക്ഷെ ഈ ളു എന്നുള്ളത് മൗസൂല ആകുന്നത് ഫീ ലുഗത്തി ത്വയ്യിൻ, ത്വയ്യി ഗോത്രക്കാരുടെ ലുഗയിലാണ്. ഖാസ്വത്തൻ, അതാ അവരുടെ മാത്രം, അവർക്ക് മാത്രമായി കൊണ്ടാണ്. ദൂന ഗൈരിഹിം, അവരല്ലാത്തവരെ കൂടാതെ. അപ്പോൾ ഇത് ത്വയ്യി ഗോത്രക്കാരുടെ അടുക്കലുള്ളൂ ളു എന്ത് ചെയ്യുന്നുള്ളൂ? മൗസൂലയായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ളൂനെ കുറിച്ച് മുമ്പ് അസ്മാഉൽ ഹംസയിൽ പഠിച്ചിട്ടുണ്ടാവും. ജാസൂസി സ്വാഹിബിന്റെ മാനാക്ക് അതേപോലത്തെ ളു, ആ ളു ത്വയ്യി ഗോത്രക്കാർ അവർ മൗസൂലയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മുസ്തറക്കായ നിലക്ക്, ഖാസ് അല്ലാത്ത മുസ്തറക്കായ നിലക്ക്. അതിൽ തന്നെ ഓരോ വ്യത്യസ്ത നിലക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. അത് നമ്മൾ അൽഫിയയിൽ അവിടെ മൗസൂലാന്റെ ബാബു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇബ്നു മാലിക് റഹ്മഹുല്ലാ അൽഫിയയിൽ പറഞ്ഞത്, വമൻ വമാ വഅൽ തുസാവി മാ ദുകിർ വഹകദ, പ്രകാരം തന്നെയാണ് ളു ആകുന്നത് ഇൻദ ത്വയ്യിൻ, ത്വയ്യിന്റെ അടുക്കൽ സുഹീർ എന്ന് ഇബ്നു മാലിക് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുക്കൽ അത് ഏത് സമയത്തും അങ്ങനെ തന്നെ പറയുന്നവരുണ്ട് ളു. ഇനി അതല്ല, എന്നാൽ അവരിൽ തന്നെ ചില ആളുകൾ അതിനെ ഹർഫ് കൊണ്ട് ഇറാബാക്കുന്നുണ്ട്. നമ്മൾ അസ്മാഉൽ ഹംസ പറഞ്ഞതുപോലെ അതേപോലെ ഹറൂഫുകൾ കൊണ്ട് മൂറബാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അതിൽ ദാത്തു, അല്ലത്തിക്ക് ദാത്തു എന്ന് ഉപയോഗിക്കുന്നവരുണ്ട്, അല്ലാത്തിക്ക് ദവാത്തു ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അൽഫിയൽ അവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ കേൾക്കാം. ഇബ്നു മാലിക് പറഞ്ഞല്ലോ, വകല്ലത്തി, കല്ലത്തി പോലെയാണ് ആയുധൻ. വീണ്ടും ലദൈഹിം, അവരുടെ അടുക്കൽ ദാത്തു, വമൗദി അല്ലാത്തി, അല്ലാത്തിന്റെ സ്ഥാനത്തു അത്ത വന്നു ദവാത്തു. അതൊക്കെ അവിടെ അൽഫിയൽ ഇബ്നു മാലിക് റഹ്മഹുല്ലാ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ ഇപ്പം മുസന്നിഫ് ളു മൊത്തത്തിലാണ് പറഞ്ഞത്. ളു എന്നുള്ളത് അവർ മൗസൂലായിട്ട് ത്വയ്യി ഗോത്രത്തിന്റെ അടുക്കൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനൊക്കെ ഖൗലിഹി, ഷായറിന്റെ ഒരു ഖൗല. അതിനെ നമുക്ക് നോക്കാം. ഫഇന്നൽ മാഅ മാഉ അബി വജദ്ദി വബിഇരി ളു ഹഫർതു വളു തവൈതു. ഇത് പറഞ്ഞത് സിനാൻ, ത്വാഇക്കാരനായ സിനാനാണ്. ഷായറുൻ ഇസ്ലാമിയുൻ എന്നൊക്കെ കാണാം. പിന്നെ എന്താ അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഫഇന്നൽ മാഅ, തീർച്ചയായും വെള്ളം, തീർച്ചയായും വെള്ളം, ഈ വെള്ളം മാഉ അബി, എൻ്റെ പിതാവിൻ്റെ, എൻ്റെ അബിൻ്റെ മാ ആണ്. വജദ്ദി, എൻ്റെ പിതാമഹൻ്റെയും വെള്ളമാണ്. വബിഇരി, പിന്നെ എങ്ങനത്തതുമാണ്. വബിഇരി, എൻ്റെ കിണറുമാണ്. എങ്ങനത്തെ കിണറാ? ളു കണ്ട, അല്ലദീൻ്റെ മാനാക്ക്. ളു ഹഫർതു, ഞാൻ കുഴിച്ചതായ. വദു തവൈതു, ഞാൻ അല്ലദീൻ്റെ മാനാക്കു തവൈതു. അവിടെ തവൈതു എന്ന് പറയുമ്പോൾ അവിടെ ഷർഹകളിൽ കാണാം. അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ബിനാഉഹ ബിൽ ഹിജാറ, കല്ലുകൊണ്ട് പടുക്കുക, ഉണ്ടാക്കുക. അപ്പം ഞാനും നിർമ്മിച്ചതും, കല്ലുകൊണ്ട് ഞാൻ നിർമ്മിച്ചതും അതേപോലെ തന്നെ ഞാൻ കുഴിച്ചതുമായ എൻ്റെ കിണറുമാണ് എന്നാ. അപ്പോൾ ഇവിടെ നമുക്കവിടെ ഷാഹിദ് തെളിവെന്താ? അവിടെ ദാ എന്നുള്ളത് വന്നു. ദാ അവിടെ അല്ലദീൻ്റെ മാനാക്ക ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ വരിക. അപ്പോൾ വബിഇരി അല്ലദീ ഹഫർതു വല്ലദീ തവൈതു എന്നാ വന്നത്. ഇവിടെ ബിഇർ മുഅന്നസാണ്. അപ്പോൾ അല്ലദീ അല്ലട്ടോ, അല്ലത്തി, അഫ്വൻ. അപ്പോൾ അല്ലത്തി ഹഫർതുഹ അല്ലത്തി തവൈതുഹ എന്ന് വെക്കാം. അപ്പോൾ മുഅന്നസായിട്ട്. അപ്പോൾ വലിപ്പം മൊത്തത്തിൽ എങ്ങനെയായാലും ളു തന്നെ ഉപയോഗിച്ചത്. നേരത്തെ നമ്മൾ പറഞ്ഞു, അൽഫിയിൽ പറഞ്ഞു, ഈ അല്ലത്തിൻ്റെ സ്ഥാനത്ത് ദാത്ത് ഉപയോഗിക്കുന്നവരുണ്ട്, അല്ലാത്തിക്ക് ദവാത്തു ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതാണ് ഇവിടെ ഷാരിഹ് പറഞ്ഞത്. ഐ അല്ലത്തി ഹഫർതുഹ, അത് ഹ എന്നുള്ള ആയിതാണ്. വല്ലത്തി തവൈതുഹ എന്നർത്ഥം. അപ്പോൾ ഫഇന്നൽ മാഅ മാഉ അബി വജദ്ദി വബിഇരി അല്ലദീ ഹഫർതുഹ വല്ലദീ തവൈതുഹ എന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ഏതായാലും ത്വയ്യി ഗോത്രക്കാർ. ഇനി അടുത്തത് മുസ്തറക്കിൽ വസാദിസുഹ, 6-മത്തേത് ള എന്നുള്ളതാണ്. ള, പക്ഷെ അതിനും നിബന്ധന ഉണ്ട്. വഇന്നമാ തകൂനു മൗസൂലതൻ, ഈ ള എന്നുള്ളത് മൗസൂല ആവുക ബിശർത്തി കൗനിഹ
അത് ആവുക എന്ന നിബന്ധനയോട് കൂടെയാണ്. എന്ത് ആവുക? ബഅദ മാക്ക് ശേഷം, അഥവാ ഔ മൻ അല്ല മന്നിന് ശേഷം. എങ്ങനത്തെ മാ മന്നാൽ ഇസ്തിഫ്ഹാമിയത്തൈനി, ഇസ്തിഫാമിയായ മന്നിനോ മാക്കോ ശേഷമാണ് എന്ന ഷർത്താണുള്ളത്. എന്നാ കൂഫക്കാരുടെ കൂഫക്കാരനെതിരാണ്. ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൗല് പോലെ, മാദാ അൻസല റബ്ബുക്കും. അപ്പോൾ പിന്നെ മാദാ അൻസല റബ്ബുക്കും എന്ന് ഇവിടെ പറഞ്ഞല്ലോ. മാദാ അൻസല റബ്ബുക്കും സൂറത്തു നഹ്ലിലെ ആയത്താണ്. അപ്പോൾ ഇബ്നു ഹിശാം റഹ്മത്തുള്ളാഹി തെളിവ് പിടിച്ച അനുസരിച്ച് അങ്ങനെ ഇറാബുക്കും നമ്മൾ എങ്ങനെ ഇറാബുക്കുക? അമ്മ എന്നുള്ളത് ഇസ്തിഫാമിയാണ്, അത് റഫിൻ്റെ മഹല്ലാണ്, മുബ്തദാണ്. എന്നുള്ളത് നമ്മൾ ഇറാബൊക്കെ ഇസ്മു മൗസൂലാന്നാ അല്ലദീൻ്റെ മാനാക്കുള്ളത്. അപ്പോൾ എന്താ മാന? മല്ലദീ അൻസല റബ്ബുക്കുന്ന. അപ്പോൾ അതെന്തായിരിക്കും? ഫി മഹല്ല് റഫിൻ്റെ മഹല്ലിലായിക്കത് ഖബറാവും. ഇപ്പോൾ ഇബ്നു ഹിശാം റഹ്മത്തുള്ളാഹി തെളിവ് പിടിച്ചനുസരിച്ച്. ഇനി അതല്ല, നമുക്ക് മൊത്തത്തിൽ അതിനെ ആ നിലക്കല്ലാതെ അതിനെ മാതാ എന്നുള്ളത് മുറക്കബായി ഇസ്തിഫ മുറക്കബാക്കുക, എന്നിട്ട് നസ്ബിൻ്റെ മഹല്ലിൽ മഫൂലായിട്ടും പറയാം, അൻസലൻ്റെ മഫൂലായിട്ട്, അങ്ങനെയും പറ്റും. അപ്പോൾ ഏതായാലും ഇപ്പോൾ കാര്യം മനസ്സിലായി. ഇനി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ അൽഫിയയിൽ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചറിയാന്നുള്ളതൊക്കെ നമ്മളവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഖൗലിഹി തആല മാദാ അൻസല റബ്ബുക്കും, അതേപോലെ തന്നെ വഖൗലി ഷായിരി, ഷായിറിൻ്റെ ഖൗല് പോലെ. എന്താ ഷായിറിൻ്റെ ഖൗല് നോക്കാം നമുക്ക്. വഖസീദത്തിൻ തഅതിൽ മുലൂക ഗരീബത്തിൻ ഖദ് ഖുൽതുഹാ ലിയുഖാല മൻ ദാ ഖാലഹാ. ഇത് പറഞ്ഞ ഖായില് ആശയാണ്. ആശ അബൂ ബസീർ മൈമൂൻ ബിൻ ഖൈസ് മിൻ ശുഅറാഇ തബഖത്തിൽ ഊല ഫിൽ ജാഹിലിയ എന്ന് ശറഹ് കാണാം. ഏതായാലും എന്താപ്പോൾ നമുക്കവിടെ ഷാഹിദ് നോക്കാം. മൻജ എന്നുള്ള അർത്ഥത്തിൽ അർത്ഥം നോക്കാം. വ ഖസീദത്തിൻ, വാവ് റുബ്ബ, എത്രയെത്ര കസീദകളാണ് തിൽ മുലൂക്ക, മുലൂക്കന്മാരുടെ രാജാക്കന്മാരുടെ അടുക്കൽ ചെന്നത്. എങ്ങനത്തെ കസീദ? ഖരീബത്തിൻ അഥവാ നാദിറത്തിൻ മാന, അപൂർവമായ. ഖദ് തീർച്ചയായും, കുൽത്തുഹ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുൽത്തുഹ അത് ഞാൻ പറഞ്ഞു, ലിയു ഖാല പറയപ്പെടാൻ വേണ്ടി, മൻസാ ഖാലഹ എന്ന് പറഞ്ഞാൽ ആസാണ് നമുക്ക് അവിടെ ഷാഹിദ്. മൻ ആരാണ്? സ അല്ലദീൻ്റെ മാന, അല്ലദീ മനില്ലദീ ആരാണ്, ഖാലഹ അത് പറഞ്ഞെടുത്തൻ ആരാണ് എന്ന് പറയപ്പെടാൻ വേണ്ടി എന്നാ. അപ്പം നമുക്കിവിടെ ഷാഹിദ് എൻ്റെ ഇറാബുമാണ് ചെറുതായിട്ട് നോക്കാം. വഖസീദത്ത് എന്ന് പറഞ്ഞാൽ അവിടെ വാവ് റുബ്ബാണ്. കസീദത്ത് എന്നുള്ളത് മജ്റൂർ, ഇസ്മു മജ്റൂറാണ്, ലഫ്ദ് എന്ന നിലയ്ക്ക് മജ്റൂറാണ്, പക്ഷേ മഹല്ലക്ക് മർഫുവാണ്. കാരണം അതെന്താ? മുബ്തദാണല്ലോ. തഅ്തിയുള്ള ഫീൽ മുദാരി മർഫുവാണ്, ഫായിലി വന്നാൽ മുലൂക്ക എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്, ഗരീബത്ത് എന്നുള്ള സിഫത്ത്. ഖദ് എന്നുള്ളത് ഹർഫു തഹ്ഖീഖ്, ഖുൽതു ഹ ഫീലും ഫായിലും ഹ പിന്നെ മഫ്ഊലും വന്നു. ലി യുഖാല ലാമ താലീലിൻ്റെ ലാമാണ്, മജ്ഹൂലിന് വേണ്ടി എടുക്കപ്പെട്ട മുബാരി. അത് മൻസൂബ് അന്യ മുദ്മറാണല്ലോ, ലാമു താലീലിന് ശേഷം നമ്മൾ പഠിച്ച കാര്യമാണല്ലോ. അപ്പോൾ മത്തർ അവലാണ്, മത്തറോട് തൊഴിൽ ചെയ്യണം. അപ്പോൾ ജറിൻ്റെ മഹലിലായിരിക്കും ലാമ് കൊണ്ട്. മൻ എന്നുള്ളതാണ് നമുക്ക് അവിടെ ഇസ്മിസ്തിഫാമാണ്, മബ്നിയാണ്, റഫിൻ്റെ മഹലിലാണ്, മുബ്തദാണ്. എന്നുള്ളത് അവിടെ ഇസ്മു മൗസൂൽ, അതാണ് നമ്മുടെ ഷാഹിദ്. അല്ലദീൻ്റെ മാനാക്ക് മൻ ചാർന്ന മന്നില്ലദീ, ആരാണ് അല്ലദീ? ഏതൊരുത്തനാണ് എന്നർത്ഥം. അപ്പോൾ ഇസ്മു മൗസൂല അല്ലദീൻ്റെ മാന, റഫിൻ്റെ മഹലാണ്, അത് മൂത്താൻ്റെ ഖബറാണ്. ഖാലഹ എന്നുള്ളത് പിന്നെ ദാഹിറാണ്, ഫീലു മാദി, ഫായിലും വന്നു, ഹ മഫൂലും ബിഹി. അപ്പോൾ അവിടെ നമുക്ക് തെളിവ് കിട്ടി. എന്നാൽ അല്ലദീൻ്റെ മാനാക്ക് വന്നു. അതാണ് ഇപ്പോൾ ഇവിടെ ഇനി നമ്മളെ ബുക്കിൽക്കൊക്കെ ഷാരിഹ് പറഞ്ഞത്. അതായത് മല്ലദി, അവിടെ മാസാ അൻസല റബ്ബുക്കും എന്ന് പറഞ്ഞില്ല, അവിടെ മല്ലദി മല്ലദി എന്താണ്? അല്ലദി അൻസല റബ്ബുക്കും, മല്ലദി അൻസല റബ്ബുക്കും. അതുപോലെ തന്നെ മനില്ലദി ഖാലഹ എന്നെങ്കിലും. എന്നാൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ നിയമം പറഞ്ഞത് എന്താ? മാഖബിലി എന്തുണ്ടാവണം? മാओ അല്ല, ഇസ്തിഫാമിൻ്റെ മാओ മന്നോ വരണം. അതന്നെയാണ് ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹിയും അൽഫിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. വമിസ്ലു മാദാ ബഅദ മുസ്തിഫ്ഹാമി ഔ മൻ ഇദാ ലം തുൽഗ ഫിൽ കലാമി. കലാമിൽ ഇൽഗാ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആഴ്ചയുള്ളവർക്ക് നമ്മൾ ആ ബൈത്ത് അവിടെ അൽഫിയിൽ വിശദീകരിച്ചിട്ടുണ്ട്, അതിനെ മനസ്സിലാകുന്ന മറ്റു വിധങ്ങളൊക്കെ അവിടെ. അപ്പോൾ കാടുക്ക് പോവാം. എന്നാൽ കൂഫക്കാർ അങ്ങനെ നിബന്ധന വെച്ചിട്ടില്ല. അതാണ് ഷാരിഹ് പറയുന്നത്. ഷാരിഹ് ഇബ്നു ഹിശാം ഷറഹ് പറഞ്ഞ കാര്യം തന്നെയാണ്. വലായുൽസിമുൽ കൂഫിയൂന, കൂഫക്കാർ ലാസിമാക്കുന്നില്ല ഹാദ ഷർത്ത, ഈ ഷർത്ത് മാ മന്ന് മാഖബിൽ വരണമെന്നുള്ളത്.
യെസ് ഓല് എങ്ങനെ ഇഹ്തിജാജം ബി ഖൗലിഹി, ഈ ഖൗല് തെളിവ് പിടിച്ചുകൊണ്ട് ഓല് അങ്ങനെ പറഞ്ഞത് എന്താ, അദസ് മാലി അബ്ബാദിൻ അലൈകി ഇമാറത്തുൻ നജൗതി വഹാദാ തഹ്മിലീന തലീഖു. ഇവിടെ ഹാദ എന്നുള്ളതിനെ ഒരു ഇസ്മൗസൂലായിട്ടാണ് എണ്ണുന്നത്. അതാണ് അവർ തെളിവ് പിടിച്ചത്. അതായത് നമുക്ക് അതിൻ്റെ മാന നോക്കാം. ഇതിൻ്റെ ഖായിൽ യസീദ് ഇബ്നു റബിയാണ്. എന്താ പറഞ്ഞത് ഇവിടെ, അദസ് അത് മുനാദാണ്. ശരിക്കും അത് എന്താ കഴുതനെ സജറ ചെയ്യാൻ വേണ്ടിയുള്ള സൗത്ത് അസില്, പിന്നെ അത് ഇസ്മാക്കി മാറ്റി മറിച്ചതാണ്. അപ്പം മുനാദാണത്. സുക്കൂൻ ചെയ്തത് ബറത്തിന് വേണ്ടി അദസ് എന്ന്. അപ്പം ഏതാ നോക്കാം, അദസ് മുനാദം ആണല്ലോ. അപ്പോൾ ഓ കോർ കഴുതേ, മാലി അബ്ബാദിൻ അലൈക്ക് നിന്റെ മേൽ, അബ്ബാദിൻ്റെ അല്ല മാലി അബ്ബാദിൻ അബ്ബാദിനില്ല, അലൈക്ക് നിന്റെ മേൽ, ഇമാറത്തുൻ ഇമാറത്താണ് തസല്ലുത്ത് ഹുക്മുകൾ അധികാരം എന്ന മാന. തസല്ലുത്ത് ഇമാറത്തിനൊരു തസല്ലുത്തില്ല, അധികാരവുമില്ല. അപ്പോൾ അദസ് ഓ കോബർ കവിത, മാലി അബ്ബാദിൻ അബ്ബാദിനില്ല, അലൈക്ക് നിന്റെ മേൽ, ഇമാറത്തുൻ യാതൊരു അധികാരവുമില്ല, നജൗതി നീ രക്ഷപ്പെട്ടിരിക്കുന്നു, വഹാദ അവൻ എവിടാണ് അവിടെ ഷാഹിദ് ഒരു അല്ലദീൻ്റെ മാന കൊടുക്കുന്നത്. വഹാദ എന്ന് പറഞ്ഞാൽ യാതൊരുത്തൻ, എങ്ങനത്തെ ഒരുത്തന, തഹ്മിലീന നീ ചുമന്നതായൊരുത്തൻ, ത്വലീഖു അയച്ചിടപ്പെട്ടവനാണ്, അഥവാ ഹുറുൻ സ്വതന്ത്രനാണെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ ഷാഹിദാണ്, മാവോ മന്നോ മുൻകടന്നിട്ടില്ല. എന്നിട്ട് എന്ത് വന്നു, അല്ലദീ ഇസ്മൗസൂലൻ്റെ മാന വന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഓല തക്ദീർ അനുസരിച്ച് വരുമ്പോൾ അപ്പം എങ്ങനെ വരിക, ഹാദ എന്നുള്ളത് മൗസൂലാണ്. അപ്പോൾ തഹ്മിലീന എന്നുള്ളത് അതിൻ്റെ തിലാവും. അപ്പോൾ ആയുധമാണല്ലോ, ആയുധയുടെ മഹദൂഫാന്ന് വെക്കണം. ത്വലീഖ് എന്ന ഖബറും വരും. അപ്പോൾ വല്ലദീ തഹ്മിലീന ഹു ത്വലീഖുന്നാവും. എന്നാ അതിന് ഇബ്നു ഹിഷാം റഹ്മഹുല്ലാഹ് തന്നെ ശറഹ് പറഞ്ഞത് കാണാം. അവിടെ എന്താ പറഞ്ഞത്, വഹാദാ ലാ ദലീല ഫീഹി, അതിൽ ഇതുണ്ടല്ലോ അതിലൊരു തെളിവില്ല. കാരണം എന്താ, ലി ജവാസി ആയി യകൂനദ, ഇവിടെ എന്നുള്ളത് ആവൽ ജായിസായ കാരണത്താൽ ഇഷാറത്തിന് വേണ്ടിയാവാം. വഹു മുബ്തദൻ അത് മുബ്തദാവും, വത്വലീഖ് എന്നുള്ളത് അതിൻ്റെ ഖബറും ആവും. അപ്പോൾ ഇതിനെ തഹ്മിലീന എന്നുള്ളത് ജുംല ഹാലിയാവും. അപ്പോൾ തഖ്ദീർ എങ്ങനെ വരിക, വഹാദാ ത്വലീഖുൻ ഫി ഹാലത്തി കൗനിഹി മഹ്മൂലൻ ലക എന്ന് വരും. മാത്രമല്ല വദുഖൂലു ഹർഫി തംബീഹ്, ഇവിടെ ഹാ എന്നുള്ള തംബീഹിൻ്റെ ഹർഫ് വന്നിട്ടുണ്ടല്ലോ, അലൈഹായിൻ്റെ മേല്, ഇസാ എന്നുള്ളതിൻ്റെ മേല് ഹാദാ എന്നല്ല പറഞ്ഞത്. അതാകട്ടെ യദുല്ലു അലാ നഹലിൽ ഇശാറത്തിനാണ് തെളിയിക്കുന്നുണ്ട്, ലാ മൗസൂലല്ല എന്ന് ഇബ്നു ഹിഷാം റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്. അതായത് ഐ വല്ലദീ തഹ്മിലീനഹു എന്നുള്ളത് തഹ്മിലീനഹു തലീഖുൻ എന്നാണ് അതിൻ്റെ ഉദ്ദേശം, ഹാദ എന്നുള്ളതിൻ്റെ. അപ്പോൾ വലാ ഹുജ്ജത്ത് എന്തില്ല, തെളിവില്ല, ഫീഹി അതിൽ തെളിവില്ല. ലി ജവാദി എന്താ തെളിവില്ലാത്ത കാരണം, ലി ജവാദി അയ്യക്കൂൻ എന്നുള്ളത് ഇഷാറത്തിനാവൽ ജായിസാണ്. അപ്പോൾ അതെന്താ, വഹു മുബ്തദൗനാവും, അതിൻ്റെ ഖബറുഹു അതിൻ്റെ ഖബർ ത്വലീഖുന്നാവും. അപ്പോൾ തഹ്മിലീന എന്നുള്ളതോ അതെന്താവും, അത് ജുംല ഹാലിയായിട്ട് നിൽക്കും. മറ്റോടെന്നല്ലാകുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ വരിക, സിലായിട്ട് വരിക, തഹ്മിലീന ഇതാൻ്റെ സിലായിട്ട് വരും. പിന്നെ അപ്പോൾ ആയത് തഖ്ദീർ ചെയ്തെടുക്കണം, തഹ്മിലീന ഹു എന്നിട്ട് ത്വലീഖുന്ന ഖബർ. അപ്പം അങ്ങനെ കൂഫക്കാർക്ക് ഒരു ഷഫ്റ്റ് ഉണ്ട്, ഏതായാലും അതിൻ്റെ കൂടെ മനസ്സിലാക്കി. ഇനി നോക്കാം നമുക്ക്. ഇനി അമ്മസിലത്ത് എന്നാൽ ഇനി സിലയെ കുറിച്ചാണ് പറയുന്നത്. അമ്മസില എന്നാൽ സില ഫഹിയ അല ബർബൈൻ, അത് രണ്ടിനങ്ങളാണ്. ലി അന്നഹ തീർച്ചയായും അത് ഇമ്മ ജുംലത്തുൻ, ഒന്നൂക്കലത് എന്തായിരിക്കും, ജുംലയായിരിക്കും. ഔ ഷിബുഹുഹ അല്ല ഷിബുഹു ജുംലയ്ക്കും. ഇവിടെ ഷിബുഹു ജുംല എന്ന് പറയുമ്പോൾ ഇവിടെ വസ്ഫും കൂടി ഉൾക്കൊണ്ടിട്ടാണ്. അല്ല് നമ്മൾ അല്ല് പഠിച്ചില്ലേ, വസീഫത്തുൻ സാരിഹത്തുൻ സീൽത്വൽ, ആ അല്ലിനെ വസ്ഫ് അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അത് ഇബ്നു ഹിഷാം ശർഹ് പറയുന്നുണ്ട്, ഇതിൻ്റെ അടിയിൽ തായ ഷാരിഹ് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നില്ല. ഓ ഷർത്തുൽ ജുംലത്തി, ജുംലൻ്റെ ഷർത്ത് ചില ജുംലയായിട്ട് വരികയാണെങ്കിൽ ആ ജുംലൻ്റെ ഷർത്ത് അമ്രാനി രണ്ടെണ്ണാണ്. ജുംലയായിട്ട് വരുമ്പോൾ രണ്ടെണ്ണാണ്. അഹദുഹുമ രണ്ടിലൊന്ന്, അന്നഹ തീർച്ചയായും ആ ജുംല ഖബരിയായിരിക്കണം. ഈ ഖബരിയ പറയുമ്പോൾ ഇൻഷാ ചെയ്യാൻ പറ്റൂല. എന്താ ഈ ഖബരിയ എന്ന, വഹിയ അൽ മുഹ്തമിലത്തു ലിസ്സിദ്ഖി വൽ കദിബി, കദിബിനും സിദ്ഖിനും ഇഹ്തിമാലുള്ളതായിരിക്കും. അപ്പോൾ ഇൻഷാ ഔട്ടായി. അപ്പോൾ ഫലാ യജൂസ്, അപ്പം അനുവദനീയമല്ല. അയ്യുഖാല പറയപ്പെടൽ, ജാ അല്ലദി ഇബ്രിബുഹു, കണ്ട അത് ഇൻഷാ ആണല്ലോ, അത് പറ്റൂല.
ബി ഖിലാഫി ജാ അല്ലദി അബൂഹു ഖായിമുൻ എന്നുള്ളതിനെതിരായിട്ട് അത് പറ്റൂ. കാരണം അത് എന്താ ഖബരിയാണ്. ജാ വന്നു അല്ലദി യാതൊരുത്തൻ അബൂഹു അവൻ്റെ വാപ്പയാകുന്നു ഖായിമാകുന്നു. അല്ലെങ്കിൽ ഔ അല്ലദി ദറബ്തുഹു എന്ന് പറഞ്ഞാൽ ജാ അല്ലദി ദറബ്തുഹു എന്നർത്ഥം. അതൊക്കെ പറ്റും, അതൊക്കെ ഖബരിയാണ്. ഇനി രണ്ടാമത്തെ നിബന്ധന, നമ്മൾ സ്റ്റിലൻ്റെ ഒന്നാമത്തെ നിബന്ധന പറഞ്ഞത് ഖബരി ആയിരിക്കണം. വസ്സാനി എന്ന് പറഞ്ഞാൽ വല്ലംറുസാനി, ഒരു മൗസൂഫ് തഖ്ദീർ ചെയ്യുക. രണ്ടാമത്തെ കാര്യമാകുന്നത് അന്നഹ തീർച്ചയായും ആ സിലയായി സംഭവിച്ചിട്ടുള്ള ആ ജുംല എന്താവണം? ലാത്തു ബമീരിൻ, ബമീറുടേതായിരിക്കണം. അഥവാ മൗസൂലിലേക്ക് മടങ്ങുന്ന ആയത് ഉണ്ടാവണമെന്ന്. അതാണ് ലാത്തു ബമീരിൻ, ബമീർ ഉള്ളതാവണം. എങ്ങനത്തെ ബമീറാണ്? തിബ്ഖിൻ, തിബ്ഖിൻ എന്ന മുതാബിഖിൻ മാന, തിബ്ഖിൻ മുതാബിഖിൻ, അതായത് മുതാബിഖൻ ലിൽ മൗസൂലി, മൗസൂലിനോട് യോജിക്കുന്ന ബമീർ ഉള്ളതായിരിക്കണം. ആയി ഷാരിഹ് പറയാണ്. അതായത് മുഷ്തമിലത്തുൻ, അത് നമുക്ക് ലാത്തുന്ന് ബദലാക്കണം. അന്നഹ ആ ജുംല ലാത്തു ബമീർ എന്ന് പറഞ്ഞല്ലോ, അതായത് അതിന് ബദല് അതായത് മുഷ്തമിലത്തുൻ, അതായത് ആ ജുംല സിലയായി സംഭവിച്ച ജുംല ഉൾക്കൊള്ളുന്നതാവണം. അല ബമീരിൻ, ഒരു ബമീറിനെ മുതാബിഖിൻ യോജിക്കുന്ന, ലഹു എന്ന് പറഞ്ഞാൽ ലിൽ മൗസൂലി, മൗസൂലിനോട് യോജിക്കുന്ന ബമീറിനെ ഉൾക്കൊള്ളുന്നതാവണം. ഏത് വിഷയത്തിലാണ്? ഏത് വിഷയത്തിലൊക്കെ യോജിക്കണം? ഫിൽ ഇഫ്റാദി വത്തദ്കീറി, മുഫ്രദ് വത്തദ്കീർ മുദക്കർ വിഷയത്തിലും, വഫുറൂഇഹിമ അവ രണ്ടിൻ്റെയും ഫറഉകളിലും. അപ്പോൾ മുഫ്രദ് മുസന്ന ജംഅ, മുദക്കറിൻ്റെ ഫറഅ് മുഅന്നസ്. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ യോജിക്കുന്ന മൗസൂലിനോട്, ലഹു എന്ന് പറഞ്ഞാൽ ലിൽ മൗസൂലി, മൗസൂലോട് യോജിക്കുന്ന ഒരു ദമീറിനെ ഉൾക്കൊള്ളുന്നതാവണം സില. മുഅന്നസ് നഹ്വേതുപോലെ ജാ അല്ലദി, യാതൊരുത്തൻ വന്നു, അക്രംതുഹു ഞാനവനെ ഇക്രാം ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ഒറ്റം വന്നു ഉണ്ടോ. അപ്പോൾ അല്ലദി എന്നുള്ള യോജിക്കുന്ന ഇതാണല്ലോ അല്ലദി, യാതൊരുത്തൻ. അക്രംതുഹു അതിന് യോജിച്ച ദമീറ മടങ്ങി. വല്ലത്തി ആകുമ്പോൾ അക്രംതു ഹാ പറയണം, അല്ലത്തിക്ക് യോജിച്ചത്. ഇനി ജാ ഒക്കെ ജാ വെച്ച് പറയണം, ഇനി അങ്ങനെ വായിക്കണം, ഒക്കെ ജാ വെച്ച് പറഞ്ഞാൽ പെണ്ണാകുമ്പോൾ ജാ അത്താവും. പിന്നെ അപ്പോൾ അതായത് ജാ അത്തില്ലത്തി അക്രംതുഹ എന്നാവും. ഇനി അങ്ങനെ വല്ലദാനി ആകുമ്പോഴോ ജാ അല്ലദാനി അക്രംതുഹുമ, അല്ലദാനിക്ക് യോജിച്ച ദമീർ മുത്താബിക്കായ ദമീർ എന്നല്ല ആയത് ഹുമ. വല്ലദൈനി വല്ലദീന അക്രംതുഹും, അതിൻ്റെ വല്ലദീനക്ക് യോജിച്ചത് ഹും. വല്ലാഇ അക്രംതുഹുന്ന, അല്ല ഇക്ക് യോജിച്ച ഹുന്ന. അപ്പോൾ അങ്ങനെ യോജിച്ച നിലയ്ക്ക് വരണം. വഹാദ ദമീർ, ഈ ദമീറിനെ യുസമ്മാദിനെ പേര് പറയപ്പെടും ആഇദൻ പറയപ്പെടും. അതിന് ആഇദ് എന്നറിയാം. അതെന്തുകൊണ്ടാണ് ഈ ഔദിഹ്, അത് മടങ്ങുന്ന കാരണത്താൽ ഈ മൗസൂലിലേക്ക് മടങ്ങുന്നതാണല്ലോ, അതുകൊണ്ടാണ് ആഇദ് എന്ന് പറയുന്നത്. എന്നാൽ അതിന് നമുക്ക് കളയാനും പറ്റും. വഖദ് യുഹസഫു, ചിലപ്പം കളയപ്പെടും. ഹാദൽ ആഇദു, ഈ ആഇദിനെ കളയപ്പെടും. മർഫൂഅൻ കാനത്, മർഫൂആയാലും ശരി. അപ്പോൾ ആയിദ് മർഫൂആയിട്ടുണ്ടാവും, മൻസൂബായിട്ടുണ്ടാവും, മജ്റൂറായിട്ടുണ്ടാവും. അപ്പോൾ മർഫൂഅൻ ആയിരുന്നാലും ശരി. നഹ്വ് ഇതുപോലെ ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗൽ പോലെ സുമ്മ ലനൻസിഅന്ന മിൻ കുല്ലി ശീഅത്തിൻ അയ്യുഹും അശദ്ദു. ഇവിടെ നമ്മൾ പറഞ്ഞത് അയ്യുഹും അശദ്ദു മബ്നിയാണ്. അപ്പോൾ ഇവിടെ സദർസിലെ കളഞ്ഞു പോയിട്ടുണ്ട്, ഇദാഫത്ത് നടന്നിട്ടുണ്ട്, അതുകൊണ്ട് മബ്നിയാണ്. അപ്പോൾ ഇവിടെ ഏതാ സദർസിലെ ആയത് കളഞ്ഞത്? ഐ അല്ലദീ ഹുവ അശദ്ദു, അങ്ങനെ ഹുവ കളഞ്ഞു പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ മനസ്സിലായോ? ഇനി ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ മൗസൂല കുറച്ചുകൂടി അധികരിച്ച് പറഞ്ഞിട്ടുണ്ട്. അൽഫിയൽ ഇബ്നു മാലിക്കിൻ്റെ, വേണ്ടവർക്കത് കേൾക്കാം. അല്ലദീ ഹുവ അശദ്ദു, അപ്പോൾ ഹുവ കളഞ്ഞു. ഇനി അതല്ല ഔ മൻസൂബൻ, മൻസൂബായാലും ശരി ആയിരുന്നാലും ശരി. ഇത് ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗൽ പോലെ വമാ അമിലത് ഐദീഹിം, ഐ മാ അമിലത്ഹു ഐദീഹിം, ഇങ്ങനെ നമ്മുടെ ഖിറാഅത്തിലൊക്കെ ഉള്ളത്. ഈ അമിലത്ത് എന്ന് പറഞ്ഞാൽ വബിഹി, അതുകൊണ്ട് ഖറഅ ഗൈറു ഹംസത്ത വൽ കിസാഇ വശുഅബ, ശുഅബ കിസാഇ ഹംസ, ഇവരല്ലാത്തവർ അഥവാ നമ്മുടെ ഖിറാഅത്തിലൊക്കെ ഉള്ള വമാ മാ അമിലത്ഹു ഐദീഹിം സഹഫുലുള്ളത്. അല്ലാത്ത ഈ അമിലത്ത് കളഞ്ഞിട്ട്, ആയുധനെ കളഞ്ഞിട്ടുള്ള ഖിറാഅത്താരാണ്? ഇമാം ഹംസയും കിസായിയും ശോബയുമാണ്. അപ്പോൾ അവരുടെ ഖിറാഅത്ത് അനുസരിച്ച് നമുക്ക് അവിടെ ദലീൽ പറയുന്നത് വമാ അമിലത്ത് ഹൂന. അപ്പം മാൻക്ക് മടങ്ങുന്ന ഹു എന്ന ഇതിനെ കളഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത് മൻസൂബാണല്ലോ, മഫൂലും ബിഹാണല്ലോ. പിന്നെ ഔ അല്ലെങ്കിൽ മജ്റൂറാകുക. മജ്റൂറാകുമ്പോൾ രണ്ടൽക്കുണ്ടാവും, ഇദാഫത്ത് നൽക്കുണ്ടാവും, അല്ലെങ്കിൽ അല്ലാത്ത ജറിന്റെ ഹർഫ് വന്നിട്ടും ഉണ്ടാവും. അപ്പോൾ ഇദാഫത്ത് നിലക്കുണ്ടായിരിക്കണം ആദ്യം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ നെസ്ബിൻ്റെ കളച്ചിലിനെ സംബന്ധിച്ച്
അതൊരു ഫീല് കൊണ്ടോ വസ്ഫ് കൊണ്ടോ ആണ് കേട്ടോ. അത് അൽഫിൽ ഇബ്നു മാലിക് പറഞ്ഞിട്ടുണ്ട്. ഫിആഇദിൻ മുത്തസിലിൻ ഈനിൻ തസബ് ബിഫിഅലിൻ ഔ വഖ്ഫിൻ കൊണ്ടാവണം. ഇതുപോലെ കമൻ നർജു യഹബ് നർജുഹൂന. അല്ലാണ്ട് ഇന്നാഹ്വാത്തിന്റെ ഒന്ന് അങ്ങനത്തെ പറ്റൂല. ഉദാഹരണം പറയാം, നമ്മൾ ജാ അല്ലദി അന്നഹു ഖായിമുൻ, അവിടെ അന്നഹു കളയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അത് ഫീല് കൊണ്ടല്ല, അത് അന്നാൻ്റെ ഇസ്മാണ്. അപ്പോൾ അങ്ങനത്തെ ഒന്നും പറ്റൂല. അതേപോലെ തന്നെയാണ് സിഫത്ത് എന്ന് പറയുമ്പോൾ, വസ്ഫ് എന്ന് പറയുമ്പോൾ അല്ലിൻ്റെ സിലൻ്റെ ആവരുത്. ഇപ്പോൾ ജാ അല്ലദി അന അദ്ദാരിബുഹു എന്നുള്ളതിൽ ആ ഹൂനെ കളയാൻ പറ്റൂല. അപ്പോൾ അങ്ങനത്തതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അൽഫിയയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതോ അതിൻ്റെ കൂടെ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ പറഞ്ഞത് ഏതാ? മജ്റൂർ എന്ന് പറഞ്ഞല്ലോ. ഇമ്മാ ബിൽ ഇദാഫത്ത് കൊണ്ട് എന്ന് പറഞ്ഞില്ല. ഇദാഫത്ത് കൊണ്ട് എന്ന് പറയുമ്പോൾ ഐ, അതായത് വസ്ഫായിരിക്കും, ആമിലായിരിക്കും ഇലൈഹി, ആ ഇതിലേക്ക്, ആ ഇതിൻ്റെ ആമിലായിരിക്കും. അപ്പം മുദാഫ് ഇലൈഹി ആയിട്ട് മാ അൻത ഖാദി പോലെ. അതാണ് ഇദാഫത്ത് പറയുമ്പോൾ വസ്ഫ് ആമിലായ വസ്ഫ്, ഇലൈഹി എന്ന ആ ഇതിലേക്ക്. ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗല് പോലെ, ഫഖ്ദി മാ അൻത ഖാദി എന്ന് പറഞ്ഞല്ലോ. ഐ മാ അൻത ഖാദിഹി എന്നാണ്. അപ്പോൾ ഹീന അവിടെ കളഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മാനവിയായ ഇബാഫത്തല്ല, ലഫ്ദിയായ ഇബാഫത്തായിരിക്കും. അപ്പോൾ ഈ ആ വസ്തുവിൻ്റെ മാദിൻ്റെ മാന ആവുകയില്ല. മാദിൻ്റെ മാന ആവാൻ പറ്റൂലല്ലോ, മാദിൻ്റെ മാന ആവൂല. അപ്പോൾ അതുകൊണ്ടാണ് ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അൽഫിൽ പറഞ്ഞല്ലോ, കദാക ഹദഫു മാ ബി വസ്ഫിൻ ഖൂഫിദ എന്ന് പറഞ്ഞത്, കഅൻത ഖാലി ബഅദ അംരിൻ മിൻ ഖദാ. അപ്പോൾ ഈ ഖൂഫിദ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇദാഫ ലഫ്ദിയായിരിക്കും. അതാണ് ഖാദിഹി. ഇവിടെ താരീഫ് ഇട്ടൂല. പിന്നെ അല്ലെങ്കിൽ ഇദാഫ എന്ന് പറഞ്ഞാൽ ഔ ബിൽ ഹർഫിൽ ജാരി, അല്ലെങ്കിൽ ജാറ അൽ ഹർഫ് കൊണ്ടാൽ ജാരി ജർറ് ചെയ്യുന്ന അല്ലിൽ മൗസൂലി. അവിടെയും കുറച്ച് നിബന്ധനയുണ്ട്. മൗസൂലിന് ജർറ് ചെയ്യുന്ന ഹർഫ് കൊണ്ട്. അപ്പോൾ രണ്ടും സെയിം ആയിരിക്കണം. ഇബ്നു മാലിക് അൽഫിയിൽ പറഞ്ഞല്ലോ, കദാ പ്രകാരം തന്നെയാണ്. അഥവാ ആയതിനെ കളയൽ, കദല്ലദീ ജുറ ബിമൽ മൗസൂല ജർ കമുറ ബില്ലദീ മറർതു ഫഹുവ ബർന. കേട്ടോ, പ്രകാരം ജുറങ്ങി ജർറ് ചെയ്ത ബിമ ഒന്നുകൊണ്ട്. ഒരു എങ്ങനത്തെ മൗസൂല അതെന്ത് ചെയ്തിട്ടുണ്ട്? മൗസൂലിന് ജർറ് ചെയ്തിട്ടുണ്ട്. അല്ലോ, ഇതൊക്കെ മുറ ബില്ലദീ മറർതു ബിഹിന ബി. അപ്പൊ മൗസൂലാക്ക് ജർറ് ബ അല്ലേ? അത് തന്നെ മറർത്തു ബിഹി ഇവിടെയും വന്നത്. അതുകൊണ്ടാണ് ബിഹി എന്നുള്ള ബാനെ കളിയ. അതാണ് പറഞ്ഞത്. അത് നമ്മൾ അവിടെ ഉദാഹരണം നോക്കിയതായാലും എന്നിട്ട് ഞാൻ വിശദീകരിച്ചു തരാം. ഖൗലിഹി തആല യഅകുലു മിമ്മാ തഅകുലൂന മിൻഹു വയശ്റബു മിമ്മാ തശ്റബൂന എന്നല്ല ഖുർആനിലുള്ളത്. അപ്പോൾ അവിടെ ആദ്യത്തിൽ യഅകുലു മിമ്മാ തഅകുലൂന മിൻഹു വയശ്റബു അവിടെ മിൻഹു പറഞ്ഞു. ഇനിയോ അടുത്തതിൽ വയശ്റബു മിമ്മാ തശ്റബൂന മിൻഹു അതാണ് കളഞ്ഞത്. കണ്ടോ, അതെങ്ങനെ മനസ്സിലായി? ഇവിടെ നിങ്ങൾ നോക്കി, ഈ മൗസൂല ആയതാണല്ലോ വേണ്ടേ. മൗസൂല ഏതാ? മാ എന്നുള്ളതാ. ആ മൗസൂലാക്ക് ജർറ് ചെയ്ത ആളേതാ? ഹർഫ് മിന്നന്നെ. കണ്ടോ, അപ്പൊ ആ ഇതിൽ ജർറ് ചെയ്ത ആളോ മിന്നന്നെ. രണ്ടും ഒരേപോലെ ആയിരിക്കണം. കണ്ടോ, അതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? തശ്റബൂന മിൻഹു എന്നുള്ള ആ മിന്നിനെ കളയാ. മിന്നിനെ കളഞ്ഞാൽ പിന്നെ ഹൂ സ്വന്തം പറയണ്ടല്ലോ. അപ്പോൾ മനസ്സിലായോ? അതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അങ്ങ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ എന്തായിരിക്കും? ആ മൗസൂലാക്ക് ജർറ് ചെയ്യുന്ന ആൾ തന്നെയായിരിക്കും ആ ഇതിൻ്റെ ജാറ്. രണ്ടിനും ആ ഇതിൻ്റെ മൗസൂലാൻ്റെ ഒരേ സെയിം ആയിരിക്കണം. സെയിം അല്ലേ പിന്നെ പറ്റൂല. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ മറർത്തു ബില്ലദി, ഞാൻ നടന്നു, ബില്ലദി യാതൊരുത്തിൻ്റെ അടിയിലൂടെ. അപ്പോൾ അല്ലദിക്ക് ബി കൊണ്ടാണ്. എങ്ങനത്തെ ഖദിബ്ത അലൈഹി, അവൻ്റെ മേൽ നീ ദേഷ്യപ്പെട്ടു. അവിടെ നമുക്ക് ഖദിബ്ത അലൈഹി കളയാൻ പറ്റുമോ? അലൈഹി എന്നുള്ള കളയാൻ പറ്റുമോ? ഹി ആയതിനെ കളയാൻ പറ്റുമോ? അത് കളയാൻ പറ്റൂല. അതെന്തുകൊണ്ടാ കളയാൻ പറ്റാത്ത കാരണം? രണ്ടൊന്നല്ല. മറർത്തു അല്ലദീക്കിൻ്റെ ജാറ് ബി ആണ്, ഇവിടെ അലാണ്. ഞാൻ ഒരു സബുഖുൽ ഇസ്ലാം പെട്ടെന്ന് പറഞ്ഞൊരു മാറിപ്പോയി തോന്നുന്നു. തസ്റബൂന മിൻഹു എന്ന് പറഞ്ഞാൽ മിന്ന് കളഞ്ഞാൽ പിന്നെ ഹു പറയണ്ടല്ലോ, തിരിച്ചു പറഞ്ഞു ഏതാന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞതൊരു ഡൗട്ട്. അഥവാ തസ്റബൂന മിൻഹു എന്നുള്ള ആയതിനാണല്ലോ കളയുന്നത്. ഹൂനെ കളഞ്ഞാൽ പിന്നെ പിന്നെ മാത്രം പറയൂല എന്നാ ഞാൻ നേരെ തല തിരിച്ചു പറഞ്ഞോയോ എന്നൊരു ഡൗട്ട്. അഫ്വാൻ. അപ്പോൾ ഏതായാലും ഇവിടെ പറ്റൂല. അപ്പോൾ അത് ബി ആണ്, ഇത് അലാണ്. അപ്പോൾ ഇവിടെ ഹി കളയാൻ പറ്റൂല. അതേപോലെ തന്നെ വ്യത്യസ്തം നൽകും. ഇപ്പം അതിൻ്റെ മുത്താലിക്കുകൾ മാറി നിൽക്കുക. അപ്പം മറർത്തു ബില്ലദീ, ഞാൻ യാതൊരുത്തിൻ്റെ അടുക്കൽ നടന്നു. എന്നിട്ട് മറർത്തല്ല പറഞ്ഞത്, അതിൻ്റെ ബീൻ്റെ ഫരിസ്ത ബി. അവിടെ രണ്ടും ബാ എന്നാണ്. ആ മൗസൂലാക്ക് ചെയ്ത ആള് ബി എന്നാണ്, ബില്ലദീ. മറർത്തു ബില്ലദീ ഫരിസ്ത ബിഹി. അപ്പോൾ പിന്നെ ആ ഇതിനും ആ ഇതായ ഹീക്കും ബി തന്നെയാണ്, രണ്ടും ബാണ്. പക്ഷെ ഇവിടെ ഹീ കളയാൻ പറ്റുമോ?
അത് പറ്റൂല. എന്തുകൊണ്ടാ? അതിൻ്റെ മുത്താലിക്ക് മാറി. ഇവിടെ ഫരിഹിത്ത രണ്ടാൾ ചേഞ്ച് ആയില്ലേ, ഇവിടെ ഫരിഹിത്തയുടെ മറർത്തുമാണ്. അപ്പം അങ്ങനെയൊന്നും പറ്റില്ല. അങ്ങനത്തെ നിബന്ധനകളുണ്ട്. അതൊക്കെ അതിൻ്റെ കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി അതിൻ്റെ ഒരു അതിനത് കൗലിഹി ഷായറിൻ്റെ കൗല് നോക്കാം. നുസല്ലി ലില്ലദീ സല്ലത്ത് ഖുറൈശുൻ വനഅബുദുഹു വഇൻ ജഹദൽ ഉമൂമു. ഈ ബൈത്ത് പറഞ്ഞ ആളാണെന്ന് മുഅയ്യനായിട്ട് അറിയപ്പെട്ടിട്ടില്ല. ഏതായാലും നമുക്ക് നോക്കാം. നുസല്ലി നമ്മൾ നമസ്കരിക്കും, ലില്ലദീ യാതൊരുത്തന് വേണ്ടി, അഥവാ അള്ളാഹുവിന് വേണ്ടി. അപ്പം നോക്കി മൗസൂലാക്ക് ലിയാണ് ചെറിയത്. സ്വല്ലത്ത് എങ്ങനത്തെ അള്ളാഹു സല്ലത്ത് നമസ്കരിച്ചു, ലഹു എന്നാ അവിടെ കഴിഞ്ഞുപോയി. ആ അള്ളാഹുവിന് വേണ്ടി ഖുറൈഷ്. അപ്പോൾ ആ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ നമസ്കരിക്കുന്നു എന്നാ. അപ്പോൾ നോക്കി അവിടെ നമുക്ക് തെളിവ് കിട്ടി. എന്താ? നുസല്ലി ലില്ലദീ യാതൊരുത്തന് വേണ്ടി. എങ്ങനത്തെ ഒരുത്തനാ? സല്ലത്ത് നമസ്കരിച്ചു അപ്പോൾ പിന്നെ ലില്ലദിൽ ആയത് കാണുന്നുണ്ടെങ്കിലില്ല. അപ്പോൾ അവിടെ കളഞ്ഞു പോയിന്, ഹൂ എന്നുള്ളത് കളഞ്ഞു പോയിന്. അതെന്തുകൊണ്ടാണ് കളഞ്ഞു? കാരണം ആ ലീ ആണുള്ളത്, ലഹു. കണ്ടോ, മൗസൂലാക്ക് ചെയ്ത ആൾ തന്നെയാണ് അതിൻ്റെതും ലഹു. അപ്പോൾ കളഞ്ഞാൻ പറ്റും. എന്താ രണ്ടിൻ്റെ നുസല്ലി സല്ലാന്നാണല്ലോ. വനഅബുദുഹു അവനെ നമ്മൾ ഇബാദത്ത് ചെയ്യും. വഇൻ ജഹദൽ ഉമൂമ് അത് നിഷേധിച്ചാലും ശരി, നിഷേധിക്കുകയാണെങ്കിലും. അപ്പം നമുക്ക് അവിടെ തെളിവ് കിട്ടിയ നുസല്ലി ലില്ലദീ സല്ലത്ത് ലഹു ഖുറൈശുന്ന. അപ്പം ലഹു എന്നുള്ള ഹു എന്ന ആയതിനെ കളഞ്ഞു. അതിനെ കളയാൻ കിട്ടിയ ചാൻസ് എന്താ നമ്മൾ പറഞ്ഞത്? ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞ പോലെ കദല്ലദീ ജുറ ബിമൽ മൗസൂല ജർ. കദല്ലദീ യാതൊന്നുകൊണ്ട് ജുറ അത് ജറ് ചെയ്യപ്പെട്ടു. കദല്ലദീ ജുറ ജറ് ചെയ്യപ്പെട്ടു ബിമാ ഒരു ഹർഫ് കൊണ്ട്. എങ്ങനത്തെ ഹർഫ? അൽ മൗസൂലാക്ക് ജറ് ചെയ്തിട്ടുണ്ട്. അപ്പം മൗസൂലാക്ക് ജറ് ചെയ്തതായ ഒന്നുകൊണ്ട് തന്നെ ജറ് ചെയ്യപ്പെട്ട ഇതിനെന്തയ്യ കളയാന്നർത്ഥം. അതാണ് അതിൻ്റെ തെളിവ് അവിടെ. അതാണ് അവിടെ ശാരിഹ് പറഞ്ഞതായി സ്വല്ലത്തു ലഹു ഖുറൈശ് എന്നർത്ഥം. ഇനി വശിബുഹുൽ ജുംല ഉണ്ടല്ലോ, ജുംല അല്ല പറഞ്ഞത്, ജുംല നമ്മളെ പ്രശ്നമാണ് പറഞ്ഞതിട്ടാ. ഇനി വശിബുഹുൽ ജുംല എന്ന് പറഞ്ഞാൽ സലാസത്തു അഷ്യ, ആ മൂന്ന് കാര്യങ്ങളാണ്. ഇലൈഹി അശാറ ബിഖൗലിഹി, അതിലേക്കാണ് മുസന്നിഫ് ഇശാറത്ത് ചെയ്തത്. ഔ ഇമ്മാ ജുംലത്തുൻ ഔ വസ്ഫുൻ, അല്ലെങ്കിൽ വസ്ഫാവുക. വദാലിക, ഈ വസ്ഫ എന്ന് പറഞ്ഞത് അവിടെ വദാലിക ഫീ സിലത്തി, അല്ലിൻ്റെ സിലയിലാണ്. ഖാസത്തനോ അല്ലിൻ്റെ സിലയിൽ മാത്രം, ബാക്കിയുള്ളതിൻ്റെ പറ്റൂല. കമാ തഖദ്ദം, അബിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് തൊട്ടുമ്പോൾ അല്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വസീഫത്തുൻ സരീഹത്തുൻ സീലത്തു അല്ല, സരീഹായ അല്ലാവണം, ഇസ്ബിയത്ത് ഗാലിബായത് പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ കൂടുതൽ വിശദീകരിക്കേണ്ട. പിന്നെ ഔ സർഫുൻ, അല്ലെങ്കിൽ സർഫാവുക. നഹ്വ ഇതുപോലെ ജാ അല്ലദീ ഇൻദക. അപ്പോൾ സില ഒന്നൂക്കിൽ വസ്ഫായിരിക്കും. അത് ആ വസ്ഫ് സില ഇവരെ ഇവിടെ അല്ലിൻ്റെതാണ്, പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ പറഞ്ഞ സർഫാണ്. സർഫ് ഇതുപോലെ നഹു ജാ അല്ലദീ ഇൻദക എന്നതുപോലെ. ഇൻദക സർഫായിട്ടില്ല വന്നത്. ഇതിനെക്കുറിച്ചുള്ള വലിയ മുത്താലിഖിനെ കുറിച്ചൊക്കെ പറയും ഇൻഷാ അല്ലാഹ്. ഔ അല്ലെങ്കിൽ ജാറുൻ വ മജ്റൂറും ആകുക. ജാർ മജ്റൂർ ആയിരിക്കും. നഹു ജാ അല്ലദീ ഫിദ്ദാരി, വീട്ടിലുള്ളവനായൊരുത്തൻ വന്നു, അല്ലെങ്കിൽ നിന്റെ അടുക്കലുള്ളവനായൊരുത്തൻ വന്നു. ജാ അല്ലദീ ഇൻദക. ഇങ്ങനെ ആകുമ്പോൾ ചില നിബന്ധന ഉണ്ട്, നോക്കിക്കോളി. വശർതു സർഫി വൽ മജ്റൂരി, മജ്റൂറിലെ സർഫിന്റെ നിബന്ധന എന്താ? അന്നഹുമാ, തീർച്ചയായും അവ രണ്ടും താമ്മായിരിക്കണം. താമ്മാവുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഐ തതിമ്മു ബിഹിമൽ ഫായിദത്തു, അതുകൊണ്ട് ഫായിദ കിട്ടണം, ഫായിദ പൂർണ്ണമാണ്. ഫായിദ കിട്ടാത്ത ഒന്നും പറ്റൂല. ഇതുപോലെ ഫലാ യജൂസു, അപ്പം പറ്റൂല, ജായിസല്ല. ജാ അല്ലദീ, യാതൊരുത്തം വന്നു, ബിക, ജാ അല്ലദീ ബിക. അതിനോട് ഇപ്പോൾ ഒരു മാന കിട്ടുന്നുണ്ടോ? പൂർണ്ണ ഫായിദ കിട്ടുന്നുണ്ടോ? എന്താ അപ്പോൾ പറയാ? ജാ അല്ലദീ ബിക പറഞ്ഞ, അല്ലെങ്കിൽ ഔ അല്ലദീ അംസി, അല്ല ജാ അല്ലദീ അംസി, ജാ വന്നു അല്ലദീ യാതൊരുത്തം അംസി ഇന്നലെ. എന്താ അപ്പോൾ ഒരു മാന പൂർണ്ണയില്ലല്ലോ. അപ്പോൾ ലിനുഖ്സാനിഹിമാ, അതിൽ നുഖ്സാൻ ഒരു കുറവുണ്ട്. അത് ഫായിദയെ എന്താക്കില്ല, പൂർത്തീകരിക്കുന്നില്ല. അപ്പോൾ അത് പറ്റൂല. ഇനി അപ്പോൾ നേരെ മറിച്ച് ജാ അല്ലദീ ഇൻദക എന്നുള്ളത് പറ്റുവാണോ? ജാ വന്നു അല്ലദീ യാതൊരു ഇൻദക, നിന്റെ അടുക്കലുള്ളവനായി ഒരുത്തൻ വന്നു, അല്ലെ ഫിദ്ദാരി, വീട്ടിലുള്ളവനായി ഒരുത്തൻ വന്നു. അതൊരു മാന ഫായിദ കിട്ടുന്നുണ്ട്, ഇത് ഫായിദ കിട്ടില്ല. അതിനെ എതിരായിട്ട് ഇബ്നു ഹിശാം റഹ്മത്തുള്ളാഹി ശറഹിൽ ഉദ്ധരിച്ച് കാണാം. ഇബ്നു ഹിശാം റഹ്മത്തുള്ളാഹി ശറഹിൽ തന്നെ പറഞ്ഞത് കാണാം. വഹക്കൽ കിസാഇ, കിസായി ഇമാം ഹിക്കായത്ത് ചെയ്തു. നസൽനൽ മൻസിൽ അല്ലദീൽ ബാരി ഹത്താ. കണ്ട, ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നുഖ്സാനാ അല്ലേ? നസൽന, നമ്മൾ ഇറങ്ങിയാൽ മൻസിൽ, ഒരു വീട്ടിൽ. അല്ലദീ, എങ്ങനത്തെ വീട്? അൽ ബാരി ഹത്ത, ഇന്നലെ രാത്രി. ഫായിദ കിട്ടില്ലല്ലോ. ഈ ഉദ്ദേശം എങ്ങനെയാണ്? അല്ലദീ, യാതൊരു വീട്ടിൽ, നസൽനാഹു, അതിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, അൽ ബാരി ഹത്ത, ഇന്നലെ രാത്രി എന്നാ. അപ്പം അങ്ങനെ പറഞ്ഞത് അത് ബഹുവ ഷാദാണ് എന്ന് ഇബ്നു ഹിശാം റഹ്മത്തുള്ളാഹി തന്നെ ശർഹൽ വിശദീകരിക്കുന്ന കാര്യമാണ്.
ഇനി ഈ വഹൈസ് വഖാസിലത്തിന് ഇവ രണ്ടും, അതായത് ഈ സർഫും ജാർ മജ്റൂറും സിലയായി സംഭവിക്കുമ്പോൾ ഫഹുമാപ്പാവ രണ്ട് മുതഅല്ലിഖാനി ബിസ്തഖറ, ഇസ്തഖറിനോട് ബന്ധിച്ചതായിരിക്കും. അവർ ഇസ്തഖറമാണ്. കാരണം ഇസ്തഖറനായിക്കൊണ്ട് അതിന്റെ മാനാക്കുള്ള ഹസ്വലാന്നോ സബത്താന്നോ പോലത്ത് പറ്റും. അതാണ് ബിസ്തഖറ ഔ ശിബിഹി, അല്ലെങ്കിൽ അതിനോട് സാദൃശ്യമുള്ളത് എന്ന് പറ്റണം. അത് തന്നെ പറയാൻ പറ്റുമല്ല. ഹാല കൗനിഹി മഹദൂഫൻ വുജൂബൻ, അത് തന്നെ വുജൂബ് എന്ന നിലയ്ക്ക് കളയപ്പെട്ടതായ നിലയിൽ നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ നമ്മൾ പറഞ്ഞു നോക്കപ്പോ ജാ അല്ലദി ഫിദ്ദാരി എന്ന് പറഞ്ഞാൽ ജാ വന്നു അല്ലദി യാദത്തൻ ഫിദ്ദാരി, വീട്ടിലെ കിട്ടു. അപ്പൊ വീട്ടിൽ ഉള്ളവനായ അല്ലെ വീട്ടിൽ സ്ഥിരമായ അങ്ങനെയൊക്കെ കിട്ടുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പൊ ഇസ്തിഖ്റാറായ അല്ലെ സാബിത്തായ, അപ്പൊ നമ്മൾ എന്തോ വേണം, തല്ലുക്ക് വേണം. അപ്പൊ അതിന്റെ ഫീല് വെച്ചെടുക്കണം. അപ്പൊ ഇസ്തഖറാന്നോ ഹസലാന്നോ സബത്താന്നൊക്കെ വെച്ചുകൊടുക്കാം. ഹാല കൗനിഹി മഹ്റൂഫൻ വുജൂബൻ, അതന്നെ കളഞ്ഞിട്ടേ പറ്റൂ. അവിടെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റൂല, എങ്ങനെ ജാ അല്ലദി ഇസ്തഖറ ഇന്ദക്കാന്ന് പറ്റൂല. അപ്പോ വദ്ദമീറുല്ലദീ, ഒരു ദമീർ അല്ലദി എങ്ങനത്തെ ദമീറ, കാന അതായിരിക്കുന്ന മുസ്തത്തിറൻ, അതിൻ്റെ ഉള്ളിൽ ഇസ്തഖറയിലെ മുസ്തത്തിറായ ദമീർ ഉണ്ടല്ലോ. ഫീലിൽ മുസ്തത്തിറായിരിക്കുന്ന ആ ദമീർ, വദ്ദമീറു ദമീർ അല്ലദി എങ്ങനത്തെ ദമീറ, കാന ആ ദമീർ ആയിരിക്കുന്ന മുസ്തത്തിറൻ മറഞ്ഞതായിരിക്കുന്നു ഫീലിൽ. അതെന്താവും, ഇൻതഖല മിൻഹു, അതിൽ നിന്ന് അങ്ങോട്ട് നീങ്ങൂ, ഇലൈഹിമ അവ രണ്ടിലേക്ക്, അഥവാ ഈ ദർഫിൽക്കും അതുപോലെ തന്നെ ജാർ മജ്റൂറിലേക്കും. അപ്പം ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് നമുക്ക് സുമ്മൻ നൗഉൽ ഖാമിസു മിനൽ മആരിഫ്, അത് അടുത്ത ക്ലാസ്സിൽ. ബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.